നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ വരുന്നു വൈൽഡ് കാർഡുകൾ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, 6 പേർ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 6 വൈൽഡ് കാർഡുകളാണ് വരുന്നത്. ഒന്നിനൊന്നിന് മെച്ചം എല്ലാവരും. 2 ബത്ത ശത്രുക്കൾ വരുന്നുണ്ട് ഇതിനകത്തോട്ട്. ഒരേ പേരുള്ള 2 പേര് വരുന്നു. 2 പേരും ബത്ത ശത്രുക്കൾ. ആരൊക്കെയാണ് എന്നുള്ളതാണ്. നാളെ തന്നെ മിക്കവാറും ശനി ഞായർ ദിവസങ്ങളിലോ മിക്കവാറും എനിക്ക് തോന്നുന്നു ശനിയാഴ്ച തന്നെ അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ തന്നെ അവർ കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നാളെ എല്ലാവരും ഫ്ലൈറ്റിൽ പോകും. നാളെയാണ് എല്ലാവരും ഈ പറയുന്നവരെല്ലാവരും എന്ത് ചെയ്യുന്നത്, ചെന്നൈയിലേക്ക് പോകുന്നത്. അതിൽ 4 ആണുങ്ങളും 2 പെണ്ണുങ്ങളുമാണെന്നാണ് പറയുന്നത്. 4 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. നമ്മുടെ പ്രൊഡിഷൻ ലിസ്റ്റിലിട്ട കുറച്ച് പേരുണ്ട്. ചിലവർ ആരെന്ന് പോലും അറിയാത്ത ചില പേരുകളിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലൊരിക്കലും ഞാനൊരു കൺഫർമേഷൻ പറയുന്നില്ല. എങ്കിലും ഈ പേരുകളൊന്ന് ഓർത്തു വെച്ചോ, ഈ മുഖങ്ങളൊന്ന് കണ്ടുവെച്ചോ. ഇവരായിരിക്കും കപ്പ് കൊണ്ടുപോകാൻ പോകാൻ ചാൻസ്. കാരണം വൈഡ് കാർഡുകൾക്ക് വലിയൊരു പർദീസ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വിന്നിംഗ് മെറ്റീരിയൽ ഇപ്പോഴും അതിനകത്തില്ല. ഈ വൈൽഡ് കാർഡുകൾ ചെന്ന് കഴിഞ്ഞാൽ പൊളിയാൻ പോകുന്നത് പലതും പൊളിയും. പറയുന്ന ജാസ്മിൻ, ഈ പറയുന്ന ഗബ്രി കോംബോ, ഒരു ജാസ്മിൻ ഗബ്രിയും ആയിരിക്കും മുഖ്യ വൈൽഡ് കാർഡുകൾക്കും ഒരു ടാർഗറ്റ്. കാരണം അത് ഇത്തിരി ഈസി ടാർഗറ്റാണ്. അവർ അടിക്കുകയും ചെയ്യാം, പ്രേക്ഷക പിന്തുണ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ജിൻഡയുടെ പടം കീറാൻ പോകുന്നു. കാരണം ജിൻഡയുടെ കുറെ കാര്യങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. ജിൻഡ പുറത്താരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വീഡിയോസ് ഒക്കെ വന്നു തുടങ്ങി. അത് അവിടെ ഇട്ട് അലക്കാൻ പോകുന്നു. ആരൊക്കെയാണ് വൈൽഡ് കാർഡുകൾ? ഒരേ പേരുള്ള 2 പേര്. ബത്ത ശത്രുക്കൾ ആര്? നമുക്ക് നോക്കാം. ആദ്യത്തെ പേര് അഭിഷേക് ജയദീപ്. നമ്മൾ പ്രൊഡിഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞ ഒരാളാണ്. മിസ്റ്റർ ഗേ വേൾഡ് 2023 വിന്നറായിരുന്നു അഭിഷേക്. പുള്ളി ഒരു ഗേ ആണ്, മനസ്സിലായോ? പുള്ളിയാണ് ആദ്യത്തെ വൈൽഡ് കാർഡായിട്ട് വരാൻ പോകുന്നത്. രണ്ടാമത്തത് അഭിഷേക് എന്നെ പേരുള്ള അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ പുള്ളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന LGBTQ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് വീഡിയോ ഒരുപാട് ഇടുകയും കുറെ വിവാദങ്ങളിലേക്ക് പെടുകയും ചെയ്ത ഒരു കക്ഷിയാണ് ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാർ. എല്ലാത്തിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ഓൾറെഡി അവിടെ ഒരാളുണ്ട്, ജാൻമണി ഉണ്ട്. അതിന്റെ കൂടെ ആരെത്തുന്നു? മിസ്റ്റർ ഗേ ആയിട്ടുള്ള അഭിഷേക് ജയദേവ് എത്തുന്നു. ഇവർക്കെതിരെ നിരന്തരം വീഡിയോയിട്ട് വിവാദമായ അഭിഷേക് ശ്രീകുമാറും കൂടി അവിടെ എത്തുമ്പോൾ അവിടെ ഒരു അടി പൊട്ടും. അവിടെ ഒരു 1-1.5 അടി. അപ്പൊ ബിഗ് ബോസ് 2 കൽപ്പിച്ചാണ് കയറ്റി വിടാൻ പോകുന്നത്. അടുത്തത് നമുക്ക് എല്ലാവർക്കും പരിചിതനായ യൂട്യൂബറും കൂടിയായ സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന സായി കൃഷ്ണയാണ് അടുത്ത എന്റെ പ്രൊഡിഷനായിട്ട് ഞാൻ പറയുന്നത്. നാളെ കയറുമെന്നുള്ള പോസിബിലിറ്റി ഞാൻ പറയുന്നത്. അതിനടുത്തതും ഒരു ആങ്കർ കൂടിയാണ്. അതൊരു പെണ്ണാണ്, മറ്റാരുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പൂജ കൃഷ്ണ, ആങ്കറായ പൂജ കൃഷ്ണ. മനസ്സിലായോ? പൂജ കൃഷ്ണയും ഏതാണ്ട് 99.9% വരെ ഉറപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് പൂജ കൃഷ്ണ. അടുത്തത് നമ്മുടെ DJ സിബിൻ. നമ്മുടെ ഏഷ്യാനെറ്റിലേക്ക് നമ്മുടെ DJ വായിക്കുന്ന സിബിനാണ് അടുത്തൊരു കണ്ടസ്റ്റന്റ്. അപ്പോ ആദ്യത്തെ അഭിഷേക് ജയദീപ് ഒരു മിസ്റ്റർ ഗേ ആണ്. അഭിഷേക് ശ്രീകുമാർ ഇവർക്കെതിരെയായിട്ട് വീഡിയോ ഇടുകയും നിരന്തരം ചെയ്യുന്ന 2 ബത്ത ശത്രുക്കൾ എന്ന് തന്നെ പറയാം അവര്. പിന്നെ വരുന്നത് സായി, നമ്മുടെ യൂട്യൂബറായ സായി. പിന്നെ നമ്മുടെ ആങ്കർ കൂടിയായ പൂജ കൃഷ്ണ വന്നു കഴിഞ്ഞാൽ മുഖ്യവാരം ജാസ്മിനും ഗബ്രിക്കും ഇട്ടുമായിരിക്കും കൊട്ടുകൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അടുത്ത നമ്മുടെ DJ സിബിൻ. അത് കഴിഞ്ഞിട്ട് ഒരു പേരും കൂടി കേൾക്കുന്നത് നന്ദന എന്ന് പറയുന്ന ഒരു പേരാണ്. ആരാണ്, പ്രൊഫൈൽ എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. പക്ഷെ ഒരു പേര് കേൾക്കുന്നു, നന്ദന. ആരായിരിക്കും? ഒരു പിടുത്തം അറിയാം. ആർക്കെങ്കിലും നന്ദന എന്നുള്ള ആർക്കെങ്കിലും അറിയാൻ നിങ്ങൾ മെസ്സേജ് ഇടും. അപ്പോൾ അങ്ങനെ 6 വൈൽഡ് കാർഡുകളാണ് വരുന്നത്. 1 അല്ല, 2 അല്ല, 6 എണ്ണം. ഇതിൽ 6 എണ്ണം കയറുമോ ഇല്ലെന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ കയറുമെങ്കിൽ ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞ ഒരു 4 പേര് കയറാനുള്ള ചാൻസ് ഉണ്ട്. 6 പേര് കയറിയാലും കയറിയത്. കാരണം ഇതിനകത്ത് 1, 2, 3, 4 ഒരു 4 വരൊക്കെ ഏതാണ്ടൊക്കെ ഉറപ്പിച്ചതുപോലെയൊക്കെയാണ്, മനസ്സിലായോ ഇതിനകത്ത്. പിന്നെ ഈ പറയുന്ന നന്ദന എനിക്കൊരു പിടുത്തമില്ല. പക്ഷെ അങ്ങനെ ഒരു പേര് കേൾക്കും. നന്ദനയും കൂടി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മുഖ്യമാറും 6 പേര് തന്നെ കയറി ഒരുമിച്ച് പോയി. ഇത് ഇനി ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 6 എന്ന് പറഞ്ഞാൽ അതിൽ പുതിയൊരു
അധ്യായം തുടങ്ങുകയാണ്. ഇതുവരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ മാച്ച് കളഞ്ഞേക്ക്. ഇനി തുടങ്ങാൻ പോകുന്ന പുതിയ അധ്യായം, പുതിയ രാജാവുകൾ വരാൻ പോകുന്നു. ഇനി പറയുന്ന സിജയും കൂടി, സിജയുടെ അപ്ഡേറ്റ് പറയുകയാണ്. സിജ മുഖ്യവരെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഏതാണ് വിഷുവിന്റെ അന്ന് കൂടി, വിഷുവിന്റെ എപ്പിസോഡിൽ സിജ തിരിച്ചു വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ വീണ്ടും ബിഗ് ബോസ് വളരെ നല്ല കോണ്ടന്റ് കൊണ്ടുവരുന്ന, ജെന്യുവൻ കോണ്ടന്റ് വരുന്ന കുറെ മത്സരാർത്ഥികളുടെ ഒരു കൂട്ടമായി മാറും. നമുക്ക് വീണ്ടും കാണാം. ഇനിയാണ് കളി മാറാൻ പോകുന്ന മക്കളെ. ജയ് ഹിന്ദ്.